ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഇരുമ്പിന്റെ കസേര വീണ്ടും പെയിന്റ് അടിച്ച് വെച്ചാലോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പഴയ കസേര കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴിക്ക് ശ്രമിച്ചു. നമ്മൾ ഫേസ്ബുക്കിൽ കൊടുത്തു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ഇട്ടു. പക്ഷേ അങ്ങനെയൊന്നും കിട്ടിയില്ല. അങ്ങനെ അതെ ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന്, ഈ തമിഴൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് മാളയെന്ന് വരുന്ന വഴിക്ക് റോട്ടിൽ വെച്ചിട്ടാണ് ഈ കസേര കണ്ടത്. അങ്ങനെ 2 കസേര വേഗം തന്നെ മേടിച്ച് നമ്മുടെ വണ്ടിയുമ കെട്ടിവെച്ച്. ഒരു കസേരക്ക് 200 രൂപയാണ് അവർ തന്നത്. ആദ്യം 100 രൂപ പറഞ്ഞു, പിന്നെ അവർ 200 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ 200 രൂപ കൊടുത്ത് നമ്മൾ മേടിച്ചു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളിതേ മിനിക്ക് പേപ്പറൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഉരച്ച് നല്ല നൈസാക്കി. അപ്പോൾ വൈഫിന് വേണ്ടത് വെള്ള കളറിലെ കസേരയാണ്. അപ്പോൾ നമ്മൾ മിനിക്ക് പേപ്പർ മേടിച്ചു, വെള്ള പെയിന്റ് മേടിച്ചു, അതോടൊപ്പം ഒരു പ്രൈമർ മേടിച്ചു. ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ മിനിക്ക് പേപ്പർ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിനുക്കി സൂപ്പറാക്കി. അടിയും മോളും അതിന്റെ ഇടവശങ്ങളിലും എല്ലായിടത്തും മിനുക്കി. അതിന് ശേഷം നമ്മളിതേ പ്രൈമർ അടിക്കണം. ഒരു നീല കളറിലെ പ്രൈമർ ആയിരുന്നു. പിന്നെ ഇത് കട്ടിക്ക് വേണ്ട കാരണം ഞാൻ വേറെ ഒന്നും ചേർത്തില്ല, നേരെ അങ്ങോട്ട് പ്രൈമർ അങ്ങോട്ട് അടിച്ചു. എനിക്കൊന്നും പ്രൈമറിൽ ഈ കസേര സൂപ്പറായി, നല്ല രസമായി പ്രൈമറിൽ ഈ കസേര കാണാനായിട്ട്. പക്ഷെ വൈഫിന് വേണ്ടത് വെള്ള കളർ ആയത് കാരണം പിന്നെ നമ്മൾ പ്രൈമറിന്റെ മുകളിൽ വെള്ള കളർ അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ തുടങ്ങിയ പണി ഇതേ ഉച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം പ്രൈമർ അടിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നത് നല്ല രസമായിട്ടുള്ളൊരു കസേരയാണ് കാണുന്നത്. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും നമ്മളിതേ വെള്ള കളറും കൂടി അടിച്ചു. അത് 2 കോട്ടൊക്കെ കൂടെ അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല കിടിലും കസേരയായി. നമ്മുടെ ബാൽക്കണിയിൽ ഇതേ കസേര ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ അടിപൊളി കസേരയായി. അപ്പൊ ഈ പെയിന്റർമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, അത്രയും കഷ്ടപ്പെട്ടാണ് അവർ ഈ പരിപാടി ചെയ്യണമെന്ന് ഞാൻ ഇത് ചെയ്തപ്പോഴെനിക്ക് മനസ്സിലായത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ.